ഞാനേ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫാമിലി മെമ്പർ ഹോസ്പിറ്റലൈസ് ആയി. അപ്പം ഞാനാണ് ബൈസ്റ്റാൻഡർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയാണ്. ആക്ച്വലി രോഗി എന്ന് പറയുന്ന ആൾ അവർ കിടപ്പായിരിക്കും, അവർ റെസ്റ്റിലായിരിക്കും, സെഡേഷനിലായിരിക്കും, അങ്ങനെയാണ്. കൂടെ ഇരിക്കുന്ന ആൾ, അപ്പോൾ നമ്മൾ ഒരു 1 വീക്കോളം അവരുടെ കൂടെ തന്നെ ഉണ്ടാവുകയാണ്. വേറെ നമുക്ക് കുറച്ച് ദൂരെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുക. ആ സമയത്ത് ഡിപ്രസ്ഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ സിറ്റുവേഷൻ എന്നൊക്കെ ഉള്ളൊരു ആദ്യ അങ്കലാപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ സമയത്ത് രക്ഷിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വായിക്കാൻ തോന്നിയില്ല, പാട്ട് കേൾക്കാൻ തോന്നിയില്ല, സത്യത്തിൽ ആരോടും എനിക്ക് സംസാരിക്കാനും ആ നേരത്ത് തോന്നിയില്ല. അപ്പം ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടുപിടിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്കെച്ച് പെൻ ഉണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പടങ്ങൾ വരച്ചു. എന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ചെയ്തു. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ വരച്ചിട്ടുള്ളത്. അതല്ലാണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല. പക്ഷേ അത് ശരിക്കും വർക്കായി എന്നുള്ളതാണ്. എന്തൊരു സന്തോഷം തോന്നി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ കളർ എന്ന് പറയുന്നതിൻ്റെ ഒരു തെറാപ്പി ഉണ്ടല്ലോ, കളർഫുള്ളായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ ഡൗൺ ആണെന്ന് ഫീൽ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, നല്ല കളർഫുള്ളായിട്ടുള്ള വസ്ത്രം ധരിക്കുക, ലിപ്സ്റ്റിക്ക് ഇടുക, അല്ലെങ്കിൽ മുഖത്ത് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യുക, കണ്ണെഴുതുക, നന്നായിട്ട് കളറായിട്ടിരിക്കുക. ഭയങ്കരമായിട്ട് നമ്മൾ തന്നെ ഹാപ്പിയാവും. ഇപ്പോൾ പലരും പറയില്ലേ ഒരുങ്ങി നടക്കണത് എന്തിനാണ്? അതൊന്നും ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഈ കളർ തെറാപ്പി എന്ന് പറയുന്ന സംഭവം, വരയ്ക്കുന്നതുണ്ടല്ലോ, അതൊന്നും ചെറിയ കുട്ടികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, നമുക്ക് ചെയ്യാം. നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വണ്ടേഴ്സ് ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയും. കുഞ്ഞു കുഞ്ഞു പടങ്ങൾ, ഇപ്പം നമ്മളതിന് പിക്കാസോ ഒന്നും ആവണമെന്നൊന്നുമില്ല, നമുക്ക് പറ്റാവുന്നത് വരയ്ക്കാം. ബി ഹാപ്പി ഓൾവേസ്.